നമസ്കാരം. തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലറെ പോലീസ് പിടികൂടിയത് ആകാശത്തേക്ക് വെടിവെച്ച്. വധശ്രമ കേസിൽ പോലീസ് തേടിയ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെയാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് പിടികൂടിയത്. 2 മാസം മുൻപ് ക്ഷേത്രോത്സവത്തിനിടെ 2 പേരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വട്ടിയൂർക്കാവ് വാഴോട്ടുകോണത്ത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു നാടകീയ സംഭവവികാസങ്ങൾ. കൗൺസിലറെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ബി.ജെ.പി. പ്രവർത്തകർ വളഞ്ഞതോടെയാണ് വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒ. എ.സി. വിപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആകാശത്തേക്ക് വെടിവെച്ചത്. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുഗതൻ ഒളിവിലായിരുന്നു. പോലീസ് നിരന്തരം ശ്രമിച്ചിട്ടും സുഗതനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചു. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഇതിനിടയിൽ സുഗതൻ വാഴോട്ടുകോണത്ത് എത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. പോലീസ് എത്തിയപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ പോലീസിനെ വളഞ്ഞു. പോലീസിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. ഇതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയായിരുന്നു. പ്രവർത്തകർ പിന്തിരിഞ്ഞപ്പോഴാണ് സുഗതനെ പോലീസ് പിടികൂടിയത്. വധശ്രമ കേസിൽ 1-ാം പ്രതിയായിരുന്നു ഈ കൗൺസിലർ. സുഗതൻ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പരുക്കുപറ്റിയവർ പോലീസിന് മൊഴി നൽകിയത്. ഇതോടെയാണ് ഈ കേസിൽ സുഗതനെ 1-ാം പ്രതിയാക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയും രംഗത്ത് വന്നിരുന്നു. ക്ഷേത്രോത്സവം അലങ്കോലമാക്കാൻ ശ്രമിച്ചവരെ കൗൺസിലർ തടഞ്ഞെന്നായിരുന്നു ബി.ജെ.പിയുടെ വാദം. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. കേസ് വന്നതോടെ സുഗതൻ ഒളിവിൽ പോകുകയും ചെയ്തു. ഇതോടെ പോലീസ് സുഗതനെ അന്വേഷിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗതൻ പിന്നീട് കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിലൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. സുഗതൻ അറസ്റ്റിലായതോടെ ബി.ജെ.പി. പ്രവർത്തകർ രാത്രി തന്നെ പ്രതിഷേധവുമായി വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു. ചിക്കൻ ബോക്സ് ബാധിച്ച് ചികിത്സയിലാണെന്ന് അറിയിച്ചിട്ടും പോലീസ് അത് പരിഗണിച്ചില്ലെന്ന് ജനറൽ ആശുപത്രിയിൽ വെച്ച് സുഗതൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപ് 10ഓളം കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ. ഇയാൾക്കെതിരെ കളക്ടർ മുൻപ് കാപ്പയും ചുമത്തിയിരുന്നു. കോർപ്പറേഷൻ കൗൺസിലിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് എൻ.ഡി.എക്കുള്ളത്. സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കിയാണ് കേരളത്തിൽ ആദ്യമായി ലഭിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും കൗൺസിലറെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോകാനാണ് ബി.ജെ.പി. ശ്രമം.